ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം VX ഗെയിമർ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ MRPയിൽ നമ്മൾ വന്നിരിക്കുകയാണ്. സോ MRP എടുത്തിട്ടുണ്ട്. സോ MRPയുടെ നെക്സ്റ്റ് സീരീസ് ആയിട്ടുള്ള നമ്മൾ മൈൻക്രാഫ്റ്റ് സീരീസിലെ MRP സീരീസിൽ നെക്സ്റ്റ് വീഡിയോ ആണിത്. തലക്കോട് എക്സ്പ്ലോറേഷനാണ്. തലക്കോട് എന്ന് പറയുന്ന ഏരിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നമ്മൾ നേരത്തെ മുളന്തുരുത്തി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തലക്കോട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഓക്കെ, എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം കേസ്. നമ്മളെത്തിയിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മൾ നേരത്തെ KFCയിലാണ് നിർത്തിയിരുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ടാവും. മെയിൻ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ചെറിയ സ്റ്റഫ് സ്റ്റേഷൻ ഉണ്ടാവും. ഇവിടെ നോക്കുമ്പോൾ ട്രെയിൻ ടു തലക്കോട് എഴുതിയിട്ടുണ്ടാവും. ഇവിടെ ഒരു ട്രെയിൻ കിടക്കും എപ്പോഴും തലക്കോട്ടേക്ക് പോകണം. നേരെ ഉള്ളിൽ പോയി നോക്കാം നമുക്ക്. ട്രെയിൻ ഇപ്പോൾ അവിടെയാണ് കിടക്കണത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നടന്നു പോകേണ്ട അവസ്ഥ വരുന്നത്. പറന്നു പോകാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ സാധനമാണ് എന്ന് പറഞ്ഞാൽ ഓണപ്പൂക്കളാണ്. സ്പോൺസർഡ് ബൈ അജ്വൽ ഓണപ്പൂക്കളം. ഓക്കെ, അപ്പോൾ ഓണപ്പൂക്കളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കളർഫുള്ളായിട്ടുള്ളതാണ്. 2024 ഓണം ആഘോഷം കേട്ടോ. ആ ഒരു സെറ്റപ്പാണിത്. അടിപൊളിയാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഏരിയ കാണാൻ പറ്റും. ഒരു ചെറിയൊരു വീട് പോലെ. പക്ഷേ അതിൻ്റെ അകത്ത് വലിയ മാസീവായിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഇത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സിനിമ ഷൂട്ടിംഗ് സ്പോട്ടാണ്. സ്പോൺസർഡ് ബൈ അതുൽ. ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. സോ നമ്മളൊരു കഥവ് മാറ്റി പണിതാണ് കേട്ടോ. അതിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്കയായിട്ടുള്ള സിനിമ ഷൂട്ടിങ്ങിന് പറ്റിയുള്ള ഏരിയാസൊക്കെ കാണാൻ പറ്റും. ഭയങ്കര വലിയ സെറ്റപ്പാണ്. എന്താ തീയൊക്കെ വന്ന പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി നമ്മൾ പോകുമ്പോൾ ഭയങ്കര ആഴമുള്ളൊരു സ്ഥലം കാണാം. പിന്നെ കുറേ ക്യാമൽ നിൽക്കുന്ന കാണാൻ പറ്റും. അതിൻ്റെ അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ താഴത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റും പുകയും ഉള്ള കുറേ സെറ്റപ്പാണ്. ലാമ്പുകൾ അവിടെ ഇരിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ചെയർ സെറ്റപ്പാണ്. ഹെൽ ചെയർ. ഇവിടെ കയറി ഇങ്ങനെ ഇരിക്കാം. എന്ന് പറഞ്ഞാൽ ബൾബ് തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുതിരയുണ്ട്. 3 കുതിരയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സിനിമ ഷൂട്ടിംഗ് ഏരിയ സെറ്റ് ചെയ്തേക്കണത്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണാനുള്ളത്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ നേരെ നമ്മൾ പോണത് പാണ്ടാ സൂവിലേക്കാണ്. പാണ്ടാ സൂ സ്പോൺസർഡ് ബൈ വിമൽ. പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ കുറേ പാണ്ടകളും അവർക്ക് ഒരു എക്കോ സിസ്റ്റം നമ്മൾ പണിത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പാണ്ടാ സൂ. വലിയ കാര്യമൊന്നുമില്ല. അതിൻ്റെ ശേഷം ഇങ്ങോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഒരു ക്യാരറ്റ് ഫാം കാണാൻ പറ്റും. ക്യാരറ്റ് ഫാം വേറെ ഒന്നിനുമല്ല, കുതിരയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഇതൊരു ഹോഴ്സ് ഹൗസാണ്. കുതിരേനെ വിൽക്കുന്ന ഒരു ഹൗസാണ്. സ്പോൺസർഡ് ബൈ വിമൽ. ഓരോ സ്ഥലം നോക്കുകയാണെങ്കിൽ ഓരോ പേരുകളും കളർഫുള്ളായിട്ടുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. കളർ ഏതൊക്കെയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്പർ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഹോഴ്സ് ഹൗസിൽ കാണാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അടിപൊളി ഈ തലക്കോടിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡാണ്. വേറൊന്നുമല്ല, നമ്മുടെ തലക്കോട് സ്കൂളാണ്. MRP സ്കൂള്. ഇനി ഈ ലിവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഓക്കെ, റെഡിയായി. അത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ലിവർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ഒരു എൻട്രൻസ് ആണ്. എൻട്രൻസിന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. പ്ലേ ഗ്രൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ 2 പോസ്റ്റ്, രാത്രിയായ ലൈറ്റ് ഉണ്ട്. ഇതാണ് ബോള്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാം. അതാ ഗോൾ അടിക്കുക. റൊണാൾഡോ ഗോൾ. ഗോൾ അടിച്ചു. അത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് പ്ലേ ഗ്രൗണ്ട് സെറ്റപ്പ് അല്ലേ? അടിപൊളിയല്ലേ ഗൈസ്? പ്ലേ നടുക്കൊണ്ട് വയ്ക്കാം. ഓക്കെ, ഇനി പ്ലേ ഗ്രൗണ്ടിൻ്റെ പുറത്തോട്ട് പോവുകയാണെങ്കിൽ
ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റോൺ ബെഞ്ച് ഉണ്ട്, ഇൻ്റർവെല്ലിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ. പിന്നെ നമ്മുടെ സ്കൂൾ ബസ്സുണ്ട്, സ്കൂൾ ബസ്സിലൊരു ഏണിയുണ്ട്, അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്കൂൾ ബസ്സിൻ്റെ ഫ്രണ്ട് സൈഡ് അടിപൊളിയല്ലേ, സൂപ്പർ ലഗേജ്. മഴ പെയ്യണമല്ലോ. പിന്നെ നമുക്ക് സ്കൂളിലേക്ക് കയറാം. സ്കൂളിലേക്ക് കയറുകയാണെങ്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് 1A ഉണ്ട്. 1Aൻ്റെ അതിലാണെങ്കിൽ ക്ലാസ് റൂമുണ്ട്, കുറേ പിള്ളേർ ഇരിക്കുന്നുണ്ട്. 2A അതേപോലെ തന്നെ കുറേ പിള്ളേർ ഉണ്ട്. ഇപ്പോഴത്തെ സൈഡൊക്കെ ടോയ്ലറ്റുകളാണ്. അത് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റോറേജ് റൂമാണ് കേട്ടോ, സ്റ്റേഴ്സിൻ്റെ അടിയിലുള്ള സ്റ്റോറേജ് റൂം. ഓക്കെ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ് ടോയ്ലറ്റ്, ക്ലോസറ്റ് മൂത്രമൊഴിക്കാൻ പറ്റും. പുറത്തോട്ട് പോവാം. അപ്പുറത്ത് ഇതേപോലെ തന്നെ ബോയ്സ് ടോയ്ലറ്റാണ്. ഇവിടെ ആണെങ്കിൽ ഇവിടെ 2 ക്ലാസ് റൂമുണ്ട്, വലിയ ക്ലാസ് റൂമാണ്. പിള്ളേർ PT പോയേക്ക് വന്നു, ആരുമില്ല. ഇവിടെ അതേപോലെ ചെറിയ വലിയ ക്ലാസ് റൂമുണ്ട്. മേലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാഫ് റൂമുണ്ട്. സ്റ്റാഫ്സ് ഒന്നുമില്ല, ഇത് മീറ്റിംഗ് റൂമാണ്. ഇവിടെയാണ് ശരിക്കും സ്റ്റാഫ് റൂം, പക്ഷേ കസേര കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു സ്റ്റാഫ് റൂം. ഇങ്ങനെയാണ് നമുക്ക് സെറ്റപ്പ്. നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോകണമെങ്കിൽ, 2ാം നിലയുടെ ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ ഇവിടെ കാണാൻ വേണ്ടിയാണ് പ്രിൻസിപ്പൽ ക്യാബിൻ ഇതാണ്. അതിന് മുമ്പ് നമുക്ക് ക്ലാസ് 5 ആണ് ഇവിടെ. ക്ലാസ് 5 ഉണ്ട് ഇവിടെ. 5ൻ്റെ അകത്തും ചെയറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, ഇനി ഇത് പ്രിൻസിപ്പൽ ക്യാബിൻ്റെ അതിൽ കയറുമ്പോൾ പ്രിൻസിപ്പൽ എടുപ്പുണ്ടാവും, TV ഒക്കെ ഉണ്ട്, അങ്ങനെ ഇരിക്കുകയാണ്. നോക്കുമ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻസിപ്പളിൻ്റെ ടോയ്ലറ്റ് ഉണ്ട്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏണി കാണാൻ പറ്റും. ഈ ഏണി തുറന്നു കഴിഞ്ഞാൽ ഈ ഏണി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിട്ടെത്തും നമ്മൾ. എന്നിട്ട് ലിവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടെറസിൻ്റെ പൊക്കത്തെത്താം നമുക്ക്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ്. ഇവിടെ നല്ല വ്യൂ അല്ലേ, ഒരു വ്യൂ പോയിൻ്റാണ്. പക്ഷേ സ്കൂൾ പിള്ളേരായിട്ടും കയറി വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ സർക്യൂട്ടൊക്കെ ഇട്ടാണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ സ്കൂളിൽ കാണാനായിട്ട്. നമ്മുടെ സ്കൂളിൽ കാണാനായിട്ട് ഇത്രേ ഉള്ളൂ ഗൈസ്. അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. സ്കൂളിൻ്റെ ഒരു ഔട്ട് സൈഡ് ലുക്ക് ഇതാണ്. അതെ, അടിപൊളി ലുക്കല്ലേ ഗൈസ്, കിണ്ണ ലുക്കാണൊന്നും പറയാനില്ല, കിണ്ണ സ്കൂള്. പിന്നെ നമുക്ക് നേരെ സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്ക് നേരെ ഇങ്ങോട്ട് പോകാം. ഒരു പാലമുണ്ട്, ആ പാലം അവിടെ പോവാം. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുളന്തുരുത്തി കാണാൻ പറ്റും. മുളന്തുരുത്തിയുടെ ബാക്ക് സൈഡാണിത്. ഇവിടെ ഒരു കോബിൾ സ്റ്റോൺ സ്റ്റെപ്പൊക്കെ ഉണ്ട്. കോബിൾ സ്റ്റോൺ മാനുവൽ ഫാം, കുറച്ചുകൂടെ വിമാൻ. ഒരു കോബിൾ സ്റ്റോൺ ഉണ്ടാക്കുന്ന സെറ്റപ്പാണ്. അത് ഫെയിൽഡ് സാധനമാണ് കേട്ടോ. മുളന്തുരുത്തിയുടെ ബാക്കിലായിട്ടൊരു തിയേറ്ററുണ്ട്. ഇതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ പാലമുണ്ട്. പാലം കടന്നിങ്ങനെ പോയി കഴിഞ്ഞാൽ സിനിമ തിയേറ്ററുണ്ട്, സാറ്റൻ ഫ്ലിക്സ് തിയേറ്റർ. ഓക്കെ, അത് അവിടെ ഭാഗത്തായിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സ്ക്രീനാണുള്ളത്. സ്ക്രീൻ 1 ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ. അപ്പോൾ നമുക്ക് 2ാമത്തെ സ്ക്രീനിലേക്ക് പോകാം. അത് റെഡ് ആൻഡ് വൈറ്റ് ആണ്. ഓക്കെ, റെഡ് ആൻഡ് വൈറ്റ് സ്ക്രീൻ 2. സ്ക്രീൻ 2 കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ചെറിയ തിയേറ്ററാണ്, അടിപൊളി തിയേറ്ററാണ്. ഇവിടെ ലിവർ ഉണ്ട്, അത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അറിയിക്കാം. അതിന് ശേഷം ഏത് സീറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തിട്ട് കാണാം സിനിമ. ഓക്കെ, ഈ സീറ്റ് ഇരുന്നുകൊണ്ട് തന്നെ വേറെ സീറ്റിലേക്ക് പോകണമെങ്കിൽ നെക്കി പിടിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ലിവർ അടിച്ചിട്ട് അടിപൊളി സെറ്റപ്പ് അല്ലേ ഗൈസ്? ഇതൊക്കെ എന്ത് ഗൈസ്, സ്ക്രീൻ 1 ആണ് കാണേണ്ടത്. സ്ക്രീൻ 1ലേക്ക് പോകാം. സ്ക്രീൻ 1 വലിയ തിയേറ്ററാണ്, അതായത് വലിയ സ്ക്രീനാണ്. എൻട്രൻസ് ഇല്ല, ഇങ്ങനെയാണ് എൻട്രൻസ് കിടക്കുന്നത്. എൻട്രൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സ്ക്രീൻ 1, വലിയ സ്ക്രീനാണ്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാറ്റേണിൽ ഇതിങ്ങനെ ഓഫായി പോകണം. സോ ലൈസ്
ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാറ്റേൺ ചെയ്യുന്ന ഓണാകും. നമ്മുടെ സർക്യൂട്ടാണ് വേണ്ട. സ്ക്രീനിൽ കയറിയിരിക്കുന്നത് സിനിമ ആണ്. ഓക്കെ ഓക്കെ, അടിപൊളിയല്ലേ? സൂപ്പർ ലഗേജ് അടിപൊളിയായി. നമുക്ക് കുറച്ച് വോയിസ് പ്രോബ്ലംസ് ഉണ്ട്. സൗണ്ട് ശരി ശരി ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ തിയേറ്റർ ഇത്രേ ഉള്ളൂ. തിയേറ്ററിൻ്റെ ഒരു ഔട്ട് സൈഡ് എടുക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെയാണ്. സെറ്റപ്പാണ്, അടിപൊളി ലുക്കാണ്, സൂപ്പറാണ് തിയേറ്റർ. അപ്പോൾ ഇത്രയാണ് തിയേറ്ററിലെ വിശേഷം. അപ്പോൾ ഏകദേശം തലക്കോടിലെ വിശേഷങ്ങളും ഏകദേശം ഇതോടെ എൻഡ് ആവുകയാണ്. സോ തലക്കോടിൽ ഇനിയൊന്നും കാണാനില്ല, ഇനിയൊന്നും പണിയത്തുമില്ല. ഏകദേശം നമ്മളെല്ലാം എൻഡ് ചെയ്യാൻ പോകണം. സോ ഇതുവരെയായിട്ട് ഉണ്ടാക്കി വെച്ചത് എന്തൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് വന്നതാണ്. 2024 തുടങ്ങിയത് 2026 എൻഡ് ചെയ്യാൻ പോവാണ്. സോ 2 കൊല്ലത്തെ ഒരു ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി കയറി അങ്ങ് പോവാം. വണ്ടി കയറി നമ്മൾ നേരെ തലക്കോട് സബ് സ്റ്റേഷനിൽ പോണേന്. അടിപൊളിയില്ലേ തലക്കോട്? പിന്നെ പൂക്കളം കാണാൻ പറ്റും. പോവാണ് നമ്മളിങ്ങനെ. ബൈ ബൈ തലക്കോട്, ബൈ ബൈ ഓൾ ഓഫ് ദം, ബൈ ബൈ. നമ്മൾ തിയേറ്ററിൻ്റെ ഇവിടെ KFC ഹോട്ടൽ മുളന്തുരുത്തി രണ്ടല്ലോ തന്നെയാണ്. തിയേറ്റർ തലക്കോടിൻ്റെ ഉണ്ടല്ലോ. ഓക്കെ, ഇത് കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ആയി ട്രെയിൻ ടു തലക്കാട്. അപ്പം നെക്സ്റ്റ് ഇനി അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത്. നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും ഇതും കൂടെ കാണിച്ചിട്ടങ്ങ് നിർത്താം. അപ്പോൾ തലക്കോടിൻ്റെ അണ്ടറിൽ തന്നെ തലക്കോടിൻ്റെ തലക്കോടിൻ്റെ അണ്ടറിൽ തന്നെ വേറൊരു സ്ഥലമാണ് യോസ് ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിലേക്ക് വർക്കിംഗ് കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം. നേരെ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമുക്ക് വണ്ടി വിളിച്ച് ഇറക്കാം, ആളെ ഇറക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണ്ടെങ്കിൽ ഇതിൽ കൂടെ കയറിയിട്ട് ഓക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡോക്ടർ ഉണ്ടാവും. അപ്പോൾ ഡോക്ടറിൽ പേഷ്യൻസിനെ ഇങ്ങനെ ഇടുക, അങ്ങനെ തിരിച്ചിട്ടിട്ട് നേരെ ഫസ്റ്റ് റൂമിലേക്ക് കയറാം. ഫസ്റ്റ് റൂമിൽ പോയി മരുന്ന് കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ട് സെക്കൻഡ് റൂമിലേക്ക് പോവാം. ഈ വേർസ് ഉണ്ടല്ലോ, കുഴപ്പമില്ല. പോയിട്ട് ഈ ലിവർ വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മളിങ്ങോട്ട് ഇവിടെ പോയി മരുന്ന് കൊടുത്തിട്ട് അയ്യോ തിരിച്ച് നമ്മളൊന്ന് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുക. ഓക്കെ, വീഡിയോ ഓൾറെഡി കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. സോ പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഡോക്ടേഴ്സ് റൂം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എമർജൻസി വാർഡുണ്ട്. എമർജൻസിയിലുള്ളവർക്ക് കിടക്കാനുള്ളതാണ്. അല്ല, നോർമൽ വാർഡാണ്, സോറി. ഇപ്പുറത്താണ് എമർജൻസി വാർഡ്. ഇങ്ങനെയൊക്കെയാണ് തിയേറ്ററിലാണ്. ഇവിടെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ആൾക്കാർ ഒട്ടിക്കൊണ്ട് പോകാനുള്ള. ഇതൊക്കെയാണ് നമ്മുടെ MRP ഹോസ്പിറ്റലിൻ്റെ വിശേഷം. അപ്പോൾ നല്ല മഴ പെയ്യാണ്, കയറിൻ്റെ അകത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ വെർട്ടിക്കലിൻ്റെ അല്ലെങ്കിൽ PUBG ഏതെങ്കിലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് ഫ്രം ബിഗ്സ് ഗെയിമർ. ബൈ ബൈ.